എന്റെ പേര് സാജു നമ്പാടൻ. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ അടുത്ത് കല്ലൂരാണ്. ഞാനും വൈഫും എന്റെ ഫ്രണ്ടിന്റെ വൈഫും കൂടി നല്ലൊരു യാത്ര വന്നതാണ്. രാമേശ്വരം വന്നു, അവിടെ സ്റ്റേ ആയിരുന്നു. ധനുഷ്കോടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ധനുഷ്കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു എൻഡാണ്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും. എന്റെ ലെഫ്റ്റ് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും റൈറ്റ് സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. തൃശ്ശൂരിലെ ടൂർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഷൈനിങ് സ്റ്റാർ റമന്റ് എന്ന് പറഞ്ഞ ആളാണ് ഷൈനിങ് സ്റ്റാറിന്റെ ഇപ്പോഴത്തെ സാരഥി. യാത്ര വളരെ നല്ലതായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ട സ്ഥലമാണ് ധനുഷ്കോടി. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞു. പക്ഷെ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു എൻഡ് കാണാൻ പറ്റിയിരിക്കും. പക്ഷെ ഈ രാമേശ്വരത്തെ ഈ രണ്ട് സമുദ്രങ്ങളും സംഗമിക്കുന്ന ധനുഷ്കോടിയിൽ ഈ സ്ഥലം കാണേണ്ടതാണ്. 1964 സുനാമിയില് അല്ലെങ്കിൽ അന്നത്തെ പ്രളയകാലത്ത് ഒരു ട്രെയിൻ അങ്ങനെ തന്നെ പാലത്തിൽ നിന്ന് വീണ് മുങ്ങിപ്പോയ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും. 9 ബോഗികൾ മുങ്ങിപ്പോയതാണ്. അതിനുശേഷം ഈ ധനുഷ്കോടിനെ ഒരു പ്രേത നഗരം, പോസ്റ്റ് വില്ലേജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആളുകൾ അധികം ഇവിടെ താമസമില്ല. 5 മണിക്ക് ശേഷം എൻട്രിയും ഇല്ല. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ മസ്റ്റായും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ധനുഷ്കോടി എന്ന് നിസ്സംശയം നമുക്ക് പറയാം.